വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളത്തിലെ മുൻനിര നായകന്മാരുടെയൊക്കെ നായികയാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ അഭിനേത്രിക്ക്. അതീവ സാധാരണക്കാരായ സ്ത്രീ കഥാപാത്രങ്ങളെ ഏറെയും അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നടിക്ക്. അപൂർവമായി മാത്രമേ യൗവന പ്രസരിപ്പുള്ള വേഷങ്ങൾ അണിയാനായുള്ളൂ. കിട്ടിയ കഥാപാത്രങ്ങളെയെല്ലാം അതിഭാവുകത്വമില്ലാതെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുക തന്നെ ചെയ്തു ഇവർ. ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെയ്തത് ഗുരു എന്ന് പറയുന്ന ഫിലിമാണ്. ഗുരു രാജീവ് അഞ്ചൽ സാർ സംവിധാനം ചെയ്യുന്നത്. അതിൽ ലാലേട്ടൻ്റെ മുറപ്പെണ്ണായിട്ട് പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു നാടൻ കഥാപാത്രം, വളരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ചേഞ്ച് ഓവർ ആയിരുന്നു അവിടെ കിട്ടിയത്. അത് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ആ ഒരു അമ്മ വേഷം എന്നുള്ളൊരു കാറ്റഗറിയിൽ നിന്നും നല്ലൊരു ചേഞ്ച് കിട്ടിയ സിനിമയായിരുന്നു ഗുരു. ഗുരുവിൽ വളരെ കുറച്ച് എൻ്റെ കഥാപാത്രം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ളത് ഒരു പാട്ടും ഒരു 2-3 സീനും ഒക്കെ ആയിട്ട് വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ ചെയ്ത പടമാണ് താലോലം ജയരാജ് സാറിൻ്റെ താലോലത്തിലും അതുപോലെ കുറച്ചും കൂടെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അതിലും ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിക്കാർ, ജയറാമേട്ടൻ്റെ ദിക്കാർ രാജസേന സാറാണ് സംവിധാനം ചെയ്തത്. അതും കമേഴ്ഷ്യലി ഒരു കമേഴ്ഷ്യൽ, അങ്ങനെ ക്ലാസ് പടമല്ല, ക്ലാസിക് അങ്ങനത്തെ മൂവീസ് അല്ലായിരുന്നു, കമേഴ്ഷ്യൽ മൂവിയായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫിലിമും കൂടെ ലാസ്റ്റ് ചെയ്തിരുന്നു, മാട്ടുപ്പെട്ടി മച്ചാൻ, ജോസ് തോമസ് സാറ് സംവിധാനം ചെയ്ത്. അങ്ങനെ 6 മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അന്നും ഇന്നും ഹീറോസായിട്ട് നിൽക്കുന്ന എല്ലാവരുടെ കൂടെയും ഓരോ ഫിലിം ചെയ്തിരുന്നു. ഫസ്റ്റ് ഭൂതക്കണ്ണാടി മമ്മൂക്കയുടെ കൂടെ, രണ്ടാമത് ലാലേട്ടൻ, പിന്നെ മുരളിയേട്ടൻ്റെ കൂടെ 2 ഫിലിം ചെയ്തിരുന്നു, പൊരുത്തം, താലോലം. അതിൽ തന്നെ സുരേഷ് ഏട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ജയറാമേട്ടൻ്റെ കൂടെ ദിക്കാർ, മുകേഷ് ഏട്ടൻ്റെ കൂടെ മാട്ടുപ്പെട്ടി മച്ചാൻ. ശരിക്കും എല്ലാവരുടെ കൂടെയും ഓരോ ഫിലിം ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമായിരുന്നു. ഞാൻ വളരെ ഷോർട്ട് പീരീഡേ നിന്നുള്ളൂ സിനിമയിൽ. ഒരു പക്ഷേ നിന്നിരുന്നെങ്കിൽ ഇതിലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കണം. അപ്പം അതൊരു സിനിമാക്കാർ അങ്ങനെ ഒരു കഥാപാത്രം തന്നില്ല എന്നുള്ള ഇതില്ല. ഞാൻ വളരെ കുറച്ച്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം, മാക്സിമം 1-1.5 വർഷമേ ഞാൻ സിനിമയിൽ നിന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 6 ഫിലിംസും ചെയ്തു. ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് പോയത് കാരണം പിന്നെ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്ന് പറയണതിൽ അർത്ഥമില്ലല്ലോ. മലയാളത്തിലെ മറ്റു നായിക നടിമാർക്ക് കിട്ടാത്ത ഭാഗ്യം ശ്രീലക്ഷ്മിക്ക് കിട്ടി. എണ്ണത്തിൽ കുറവായി പോയെങ്കിലും കാമ്പും കരുത്തുമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായി ഈ അഭിനേത്രിക്ക്. പക്ഷേ ഇങ്ങനെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതിഭ അതിലേറെ ഉണ്ടായിട്ടും ശ്രീലക്ഷ്മിയുടെ സിനിമാകാലം ഹ്രസ്വമായി അവസാനിക്കുകയായിരുന്നു. ഇന്ന് ഓർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പടങ്ങൾ കിട്ടാമായിരുന്നു. പിന്നെ 2 ഫിലിം, 6 ഫിലിം ചെയ്തത്, അതിൽ 2 തന്നെയും അമ്മ വേഷമായിരുന്നു ചെയ്തത്. അപ്പം ആ ഒരു കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അധികവും അങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല.